ഹലോ മക്കളെ. അപ്പം ഞാനൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു ഡിഷ്. ഇത് ഞാൻ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഡിഷാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സാധനങ്ങൾ 3, 4 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ക്യാരറ്റ്, വെണ്ടയ്ക്ക, ബീൻസ് ആൻഡ് സവോള, 2 പച്ചമുളക്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടോ? ഇതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞ് വെക്കുക. അരിഞ്ഞ് നോർമലായിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ എല്ലാം വൃത്തിയാക്കി വെക്കുക. ഞാൻ പൊളിച്ച് കഴിഞ്ഞിട്ട് അത് മുറിച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. ബീൻസ് എല്ലാം അരിഞ്ഞ് ക്യാരറ്റ് അരിഞ്ഞില്ല, നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അത് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തുകൊണ്ട് വന്ന് നമുക്ക് ഇനി അത് നീളത്തിൽ അരിയാം. ഇഷ്ടമുള്ള രീതിയിൽ നീളത്തിൽ അരിയുന്നതായിരിക്കും ഭംഗി. ഞാനങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ക്യാരറ്റും ബീറ്റ്റൂട്ടും ബീറ്റ്റൂട്ടല്ല, ക്യാരറ്റും ബീൻസും സബോളയും. ഞാൻ വെണ്ടയ്ക്ക ഇപ്പോൾ ഇടത്തില്ല, അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക ലാസ്റ്റിലേ അരിയുന്നുള്ളൂ. ആദ്യം നമുക്ക് ഈ 4 ഐറ്റം, അതായത് 2 പച്ചമുളകുണ്ട്, അതും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മളിങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത് നല്ലത്. ഞാനിത് അവിയൽ വെക്കാനുള്ള ഉദ്ദേശമായിരുന്നു. ഇത് വെച്ചിട്ട് അവിയൽ പോലെ വെക്കാനായിരുന്നു, പക്ഷേ തേങ്ങ നോക്കിയപ്പോൾ തേങ്ങയില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ ഉണ്ടാക്കാം വിചാരിച്ച്. അപ്പോൾ അത് ഇത്ര അരിഞ്ഞ് വെച്ച് അത് നമുക്കിങ്ങനെ വേവിക്കാൻ വെച്ചാൽ 3 സാധനങ്ങൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അതിന് പറ്റ വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം അതിനകത്ത് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഇത് മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് വേകാൻ പാടില്ല. ഒരു 3/4 ഭാഗമൊക്കെ ഒരു പകുതി കഴിയുന്നിടം വരെ നോക്കണം. ആ സമയത്തേക്ക് നമുക്ക് തന്നെ ഈ വെണ്ടയ്ക്കയില്ല അരിഞ്ഞ് വെക്കാം. സത്യം പറഞ്ഞാൽ വെണ്ടയ്ക്ക ഇടാൻ പാടില്ല, ഇതിന് കൊഴുപ്പുകളുള്ളത് കൊണ്ട് നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിൽ. പക്ഷേ ഇതിപ്പോൾ ഞാൻ വെണ്ടയ്ക്കാൻ മേടിച്ചു പോറിയാണ്. ഞാൻ പുറത്താത്തോടെ കിട്ടേക്കാം വിചാരിച്ചിട്ട് ഇട്ടതാണ്. നീളത്തിലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇതിൻ്റെ ഇടയിൽ ഞാൻ അരിഞ്ഞ് കേട്ടപ്പോഴോ അവർക്ക് പുഴു കൊണ്ടുപോലോ എന്ന് അറിഞ്ഞത്. പിന്നെ അതൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത്രയും വെണ്ടയ്ക്ക. നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, പക്ഷേ കിഴങ്ങ് ഉപയോഗിക്കരുത്. ബാക്കി അങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കരുത്. ബാക്കിയെല്ലാം നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞിടാം. എന്നിട്ടിട്ട് ഒരുവിധം വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് വെന്തോലും നോക്കണം. ഒരുപാട് വെന്ത് പോലെ ഒരു പകുതി വേഗമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചത് അതിലിടാം. ഇത് കുറച്ച് ഒരു 2 നേരത്തേക്ക് നമുക്ക് കഴിക്കാൻ കാണും. എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, വേറെ ഫുഡുള്ളത് ഉണ്ടെങ്കിൽ മാത്രം ഒരു നേരത്തേക്ക് നല്ല പറ്റും. വെണ്ടയ്ക്ക ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. നല്ലോണം അല്ല, ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായി. കുറച്ച് ഉപ്പ് ഇട്ടാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഉപ്പ് കുറച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് ആരും കണ്ടിട്ട് അതാണെന്ന് പറയരുത്, ഞാൻ തന്നെ കണ്ടുപിടിച്ച ഡിഷാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരുവിധം വെന്തിട്ടുണ്ട്. അന്നേരം കുറച്ച് കറിവേപ്പില ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ഒരു രുചി വരുമല്ലോ നമുക്ക്, അല്ലാതെ ഒരു പച്ചപ്പ് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ആവശ്യത്തിന് മാത്രം മഞ്ഞൾപ്പൊടി ഇടുക. ഇത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് എന്തൊരു കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതിലിടാം. കുറച്ചേ ഇടാവൂ. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാം. നമുക്ക് കുരുമുളക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് കറി പോലെ സ്റ്റൂ പോലെയൊക്കെ ഒപ്പിക്കാം. ഇത് പക്ഷേ കുറച്ച് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. സ്റ്റൂ വേണമെങ്കിൽ ഒപ്പിക്കാം, തേങ്ങയൊക്കെ അരച്ചിട്ട് സ്റ്റൂ കറിയാവും, അടിപൊളിയാവും. പക്ഷേ ഇപ്പം ഞാൻ അടച്ചു വെച്ചത് വേവിച്ച് ഒരുവിധം വെന്തിട്ടുണ്ട്. ഉടഞ്ഞു പോകാത്ത രീതിയിൽ നല്ലോണം വെന്തിട്ടും എന്നാൽ ഉടഞ്ഞു പോകാത്ത രീതിയിൽ കണ്ടില്ല. ആ പരുവാകുമ്പോഴത്തേക്കിന് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, അടിപൊളി. നമ്മുടെ ഡയറ്റിന് കഴിക്കാൻ പറ്റിയ ഫുഡ്, കറി പോലെ നമുക്കൊരു മടിയും കൂടാതെ കഴിക്കാൻ പറ്റും. നല്ല രുചിയുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റിൽ വെച്ച് നോക്കിയതാണ്, അതേപോലെ രുചിയുണ്ട് കേട്ടോ. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ മക്കളെ, ടാറ്റ.